ചില കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവിനെയും കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. ഓ, അവരെവിടെ പോയാലും ഒരുമിച്ചാണല്ലോ, അവർ വളരെ സന്തോഷത്തിലാണല്ലോ. അവരുടെ ജീവിതം കാണുമ്പോൾ ഒരു കൊതി തോന്നും. അത്തരത്തിലൊരു കുടുംബം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നു അവർ ഡിവോഴ്സായിരുന്നു. പക്ഷേ സ്വന്തം ഭാര്യയെ എനിക്കെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന വ്യക്തിയാണ് ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിവോഴ്സ് എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. മാത്രമല്ല, മാക്സിമം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഹറാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ആ കുട്ടി കരയുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊന്നും അല്ല പറയാം, ഇവരുടെ ചില കാര്യങ്ങൾ കേട്ടിട്ട് ഇന്നത്തെ കുടുംബങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ആ കുട്ടിയുടെ രോദനം എന്താണെന്ന് ഒന്ന് നോക്കാം. 30,000 രൂപ ചെലവിനായിട്ട് ഒരു 10,000-15 രൂപ പോയിട്ടുണ്ട്. ഡ്രസ്സിന് കുറച്ച് പൈസ ഇളത്തിട്ടുണ്ട്. അതും പറഞ്ഞ് ഫിറോസ് അങ്ങ് ടോർച്ചറിങ് തുടങ്ങി. നിന്റെ വീട്ടുകാരെടുത്ത് നശിപ്പിച്ചു, നിന്റെ വീട്ടുകാർക്ക് നിന്റെ മൂക്ക് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് ടോർച്ചറിങ് തരാൻ തുടങ്ങി. എന്നിട്ടും ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തു. ഈ സമയത്ത് നമുക്ക് മെന്റലി കുറച്ച് ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നു. പോട്ടെ, ഞാൻ അവിടുത്തെ കുഞ്ഞിന് വേണ്ടി പിന്നെയും സഹിക്കാം. പ്രോഗ്രാം വരുന്നു, ഞാൻ സീരിയലിൽ ചേർന്നു. സീരിയലിൽ കയറുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സീരിയലിൽ തന്നെ ഇപ്പം സീരിയലിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ടീമിന് എല്ലാം മനസ്സിലാവും. ഇഷ്ടം മാത്രമല്ല പ്രണയകരണം എന്നുള്ള പറഞ്ഞ സീരിയൽ അവരെല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ അറിയാം. ഈ പുള്ളിക്കാരൻ വന്ന് എൻ്റെ കൂടെ ഇരിക്കും. സംശയമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതോ പോരട്ടെ, എന്നെ സംശയമാണ്. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പറയുന്നത് അല്ല, ഇക്ക എന്നെ ഭയങ്കര കാര്യം അതുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ അപ്പോഴും എനിക്ക് നാണെങ്കിൽ പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിയല്ലേ അളക്കുന്നത്. അങ്ങനെ കുറച്ച് സംസാരങ്ങൾ അവിടെ നടന്നപ്പോൾ ഞാൻ പറയുമ്പോൾ പുള്ളി പറയും, നീ അവനോട് മറ്റൊന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, നീ ഇവനോട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, അങ്ങനെ നീ ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ പറയും, ഞാനല്ല ഫിറോസ്ക്ക് ഇതൊന്നും ചെയ്തിട്ടുള്ളത്, നിങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്നെ തലയിലാക്കരുതെന്ന് പറഞ്ഞാൽ അവിടുന്ന് വഴക്കിൽ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് സമാധാനമില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിവോഴ്സിലാവാന്നുള്ള തീരുമാനം എത്തി. അങ്ങനെ നമ്മൾ പിരിഞ്ഞു നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവനെ പിരിഞ്ഞ് ഞങ്ങൾ മാറി നിന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ വിളിച്ചിട്ട് ഇവൻ പറയുന്നു, നീ അവനോട് പച്ചയ്ക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ അവനെന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നീ അവൻ്റെ കൂടെ കിടക്കുകയല്ലേടി, നീ അവരെ വിളിച്ചിട്ട് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് എനിക്ക് പല വർക്കുകൾ പോലും പോയിട്ടുണ്ട്. കാരണം ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റാതെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരും പേടിച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് ലാസ്റ്റ് എനിക്ക് വർക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മാത്രം പറയുന്നില്ല. അവർ വിളിച്ചിട്ട് സജന ഞങ്ങൾക്കൊക്കെ ഒരു ഫാമിലി ഉള്ളതാണ്, അവൻ വിളിച്ചിട്ട് തന്നെ നിന്റെ കൂടെ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് പറയുന്നത് ചെയ്ത് നിങ്ങളില്ലെങ്കിൽ വേറെ വർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ പല വർക്കുകൾ പല സീരിയൽസ് ആവട്ടെ സിനിമ ആവട്ടെ എല്ലാ കാര്യങ്ങളും ആൾക്കാരെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംശയം ഞാൻ ആരും കൂടെ പോയി കഴിഞ്ഞാൽ ഇയാൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ പിരിഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ഇയാൾ എന്നെ വിടാതെ ടോർച്ചർ ചെയ്ത് എന്നെ ഡിവോഴ്സ് തരാൻ പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്തില്ല, എനിക്ക് സമാധാനം തരാതെ ഇങ്ങനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഈ കുട്ടിയുടെയും ഇതിൻ്റെ ഭർത്താവിൻ്റെയൊക്കെ വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ, ഈ കുട്ടി ആദ്യം മുതലേ ഒരു കാര്യവും പുറത്ത് പറയാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അവൾ ഒരുപാട് ക്ഷമിച്ചു എന്നാണ് ഞാൻ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഭർത്താവ് അവളെ മോശക്കാരിയാക്കി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഒരു പ്രശസ്തൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇവൾ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് വലിയ ഗമയടിച്ചെന്തോ 4 വർഷം കൊണ്ടേ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കുടുംബ പ്രശ്നത്തിനിടയിൽ ഒരു കുടുംബമുള്ള ഒരു മനുഷ്യനെയും കൂടെ കൊണ്ട് ഇടുക എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇതൊക്കെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുമ്പോൾ പിന്നെ അവർക്ക് തോന്നുന്നത് ഇവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. പരസ്പരം ഈ ചിന്തയാണ്. ഈ ചിന്തയെല്ലാം മാറ്റി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്തിന് കളഞ്ഞിട്ടങ്ങ് പോവാ. നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടാന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് പോവും. പിന്നീട് കിടന്ന് ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, ടെൻഷൻ ഉണ്ടാക്കി നിങ്ങളുടെ മക്കളല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾക്ക് ദുഃഖമല്ലേ. ഈ കുട്ടി പറയുന്നത് ഒരു മൂത്ത കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള അമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണമാണ്. തങ്ങൾ വിവാഹിതരായി സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടൊരു വിവാഹം കഴിച്ച് പോകുമ്പോൾ അടുത്ത് വരുന്ന വ്യക്തി നമ്മുടെ മുൻ ഭർത്താവിലുള്ള കുഞ്ഞിനെ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളത് പലപ്പോഴും സംശയമുള്ള കാര്യമാണ്. ചില സ്ഥലങ്ങളിലെങ്കിലും ആ പങ്കാളികൾക്ക് ആ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുൻ ബന്ധത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടില്ല.
ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോകുമ്പം ഓരോരുത്തരും രണ്ടാമത് വിവാഹം കഴിയുന്നവർ വിവാഹം കഴിക്കണ്ട എന്നല്ല, നല്ലതാണ്. പക്ഷേ പുതിയ ബന്ധത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് വേദനിക്കരുതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമോ പ്രയാസമോ ഒന്നും ഉണ്ടാവരുത്. പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്. വേണ്ട തന്നെ നിങ്ങൾ രണ്ടും രണ്ടായി മാറുക. നിങ്ങൾക്കും വേണമെങ്കിൽ പുതിയ ബന്ധത്തിൽ പോകാം. പക്ഷെ പുതിയ ബന്ധങ്ങളിൽ പോകുമ്പം വീണ്ടും ആരെയും ചതിക്കരുത്. ഈ കുട്ടി അങ്ങനെയൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ തന്നെയായിരുന്നാലും ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കുമെന്ന് പറയും പോലെ രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടികളെ വേദനപ്പെടുത്താതിരിക്കുക. നമ്മൾ മൂലം കുട്ടികൾക്ക് വേദന ഉണ്ടാകാതിരിക്കുക. അതാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. കുട്ടികൾ സങ്കടപ്പെടരുത്. ഒട്ടും ജീവിക്കാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ പിരിയുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതുപോലെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് വരെ വളരെ ബുദ്ധിമുട്ടാകും. നിയമപരമായി വേറെ പിരിയുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സമായി ഒരിക്കലും നിൽക്കരുത്. അവർക്ക് വേർപിരിയലാണ് ആവശ്യമെങ്കിൽ തീർച്ചയായും വേർപിരിയുക തന്നെ ചെയ്യണം. വേർപിരിഞ്ഞ് നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകണം. അതാണ് നല്ലത്.